ഇന്ന് ഞാൻ നമ്മളെ രാവിലെ 11 മണിക്ക് ഒരു സ്നാക്സ് കഴിക്കുന്ന സ്വഭാവമില്ലേ നമുക്ക് പലർക്കും. അപ്പോൾ അത് ഈ പച്ചക്കായ കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഷോ യു. പച്ചക്കായ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് അരിയേണ്ടത്. ഇതിങ്ങനെ വെറും 2 കഷ്ണം ഇങ്ങനെ ആക്കാം. വെരി വെരി സിമ്പിളാണ്. ഓക്കെ, അവിടെ അങ്ങ് അരിഞ്ഞാൽ ഇതാണ്. നമുക്ക് എളുപ്പത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുക. അതാണ് എൻ്റെ കുറേ ടൈം എടുത്ത് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ടിങ്. ഇത് മാത്രമേ വേണ്ടൂ. ഇങ്ങനെ 2 ഈ തോലോട് കൂടി ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ. ഉണ്ടാക്കി മുറിച്ചിട്ട് പച്ചക്കായ ഇതിലേക്ക് നമ്മുടെ ഒരു കുക്കറിൽ, ചെറിയൊരു കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് കുറച്ച് ജാസ്തി വേണം. ഈ പച്ചക്കായയിൽ കുറച്ച് ഉപ്പുണ്ടായാൽ തിന്നാൽ ഇത്രയും ആണ്. 5 ചെറിയ പച്ചക്കായ, അതായത് കദളിക്കായാണ്. അതിലേക്ക് ഇത്രയും ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ മഞ്ഞപ്പൊടി ഇല്ലേ, അതൊരു 1/4 സ്പൂണ്, അധികം ആവരുതേ, കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കറയൊക്കെ ഉണ്ട്. ആ കറയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെയൊന്ന് ഒരു 4-5 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതില്ലേ, എന്നിട്ട് ഇത് കുക്കറിൽ വെച്ചിട്ട് ഇത് നമ്മൾ അടുപ്പിലേക്ക് വെക്കുക കേട്ടോ. ഇതൊരു 3 വിസിലിന് വേവണം കേട്ടോ. 3 വിസിൽ കൂടി കഴിഞ്ഞാൽ വെന്ത് കൂടി പോകും. അത് അപ്പോൾ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് നമ്മൾ 3 വിസിലിന് മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. നമ്മുടേത് വെന്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. 3 വിസിലായേ. ഞാനിത് തീ അണക്കാൻ പോവാണ്. ഇതിനിടയിൽ നമുക്ക് ഇതുപോലെ നമുക്ക് തേങ്ങ ഇങ്ങനെ പൂണ്ടെടുക്കുക. ഇത് വളരെ അത്യാവശ്യമാണ്. ഈ ഫുഡിനെ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെയാണ് തേങ്ങ. ഇതുപോലെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമുണ്ട് കേട്ടോ. ആ വെള്ളം ഇതിൽ തന്നെ അങ്ങ് വറ്റിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ഒരു കരിഞ്ഞതുപോലെ ആവണം. നന്നായിട്ട് ഇതിൽ അടിയിൽ പറ്റി വെള്ളം വരണ്ട് ഇരിക്കണം. അപ്പോൾ മാത്രമേ ഇത് ടേസ്റ്റ് ഉണ്ട്. അതായത് വെള്ളം വറ്റിക്കഴിഞ്ഞ് അപ്പോൾ സ്റ്റൗ ഓഫാക്കി ഞാനിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതിൻ്റെ തോലൊക്കെ ഇനി എളുപ്പത്തിൽ റിമൂവ് ചെയ്യാന്നേ. അങ്ങനെ ഈ തോലൊക്കെ റിമൂവ് ചെയ്താൽ നല്ലൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റാം. ഇതിൻ്റെ തോലൊക്കെ അങ്ങ് റിമൂവ് ചെയ്തു. പെട്ടെന്ന് എളുപ്പത്തിൽ അത് റിമൂവ് ആവും വെന്ത് കഴിഞ്ഞാൽ. തേങ്ങയും ഇതും കൂടിയിട്ടുള്ള ഭക്ഷണം സൂപ്പർ ഫുഡാണ്. ഇത് നമ്മുടെ കദളിയുടെ കായാണ്, പച്ചക്കായ. അതും തേങ്ങാപ്പൂളും സൂപ്പർ കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ നമ്മുടെ പഞ്ചാര ഇടാതെ കട്ടൻ ചായ എൻ്റെ ഫേവറേറ്റാണ്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് രണ്ടും തന്നെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക. തേങ്ങാപ്പത്ത് നിർബന്ധം, തേങ്ങേൻ്റെ പൂള് നിർബന്ധമാണ്. അപ്പോൾ 11 മണിയുടെ മോർണിംഗ് സ്നാക്സ് റെഡിയാണ്. ഇതാ നോക്കിയാൽ നിങ്ങൾ.